ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഇന്നത്തെ റെസിപ്പി ഇതെൻ്റെയാണ്, പനീർ കറിയുടെയാണ്. അപ്പം സത്യത്തിൽ ഇത് ഒത്തിരി മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിലെ മെമ്മറിയൊക്കെ ഫുള്ളായി കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എഡിറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് കുറേ മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെ തന്നെയാണ് പനീർ കറി വെക്കുന്നതെന്നും ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ പനീർ കറിയൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ എനിക്കൊന്നും അധികം ഇങ്ങനെ ആരും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ പനീർ കറിയൊക്കെ കാണുന്നത്. അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ഇത്, ഞങ്ങളും കഴിക്കും. അപ്പം ഇതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2-3 രീതിയിലുണ്ടാക്കും. ചിലപ്പോൾ ഞാൻ പനീർ കട്ട് ചെയ്തിട്ട് അതിൽ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ബട്ടറിലാണ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് അവസാനം അത് ഗ്രേവി എല്ലാം ആക്കി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ബട്ടറിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നേരത്തെ തന്നെ നമ്മുടെ പനീർ ചെറിയ ക്യൂബായിട്ട് വെച്ചിട്ടുണ്ട്, അത് എണ്ണയല്ല ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇത് രണ്ടുമല്ല, നമുക്ക് ഗ്രേവി ആക്കിയിട്ട് ബട്ടർ ഇതുപോലെ ഫ്രൈ ആക്കാതെ നമുക്ക് ഡയറക്റ്റ് ഇട്ടും കറി വെക്കും. ചിലപ്പം അങ്ങനെയും ചെയ്യും. അപ്പം ഓരോ തവണ എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇതേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടത് എണ്ണ എപ്പോഴും വായി വരുന്നത്, ബട്ടറിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ പനീർ ഇട്ട് കൊടുത്ത് അത് എല്ലാ വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊന്നെടുത്ത് ഇതെന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം ഇതേ പാനിൽ തന്നെ, അതായത് ആ ബട്ടർ എടുത്ത് അതിനകത്ത് തന്നെ ബാക്കി ഇനി നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എല്ലാം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഒരുപാട് ഇട്ടങ്ങ് കരിച്ചൊന്നുമില്ല, ഞാൻ അത് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു 2-3 മിനിറ്റത്തെ കാര്യമേ ഉള്ളത്. ഒരുപാട് നേരം ഒന്നും നമ്മൾ ഇട്ടങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഡീപ്പ് ഫ്രൈ ഒന്നും. ജസ്റ്റ് ഒന്ന് ആ ബട്ടറിലിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുക്കുക. ഇനി ബാക്കിയെല്ലാം നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേണ്ട പനീറെല്ലാം റെഡിയായി. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇനി നമ്മൾ അതേ പാനിൽ തന്നെ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കും. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്. വലിയൊരു സവോളയുടെ പകുതി ഞാനെടുത്ത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുത്തു. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ സവോളയുടെ തന്നെ പകുതി ഞാൻ ചെറുതായിട്ട് വലിപ്പം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് വലുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ജസ്റ്റ് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 7-8 കാഷ്യൂ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കാഷ്യൂ കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കുമ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂ നേരത്തെ ഒരു മണിക്കൂറാണ് മുമ്പേ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചാലും മതി. അപ്പം ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂടെ അങ്ങ് ഒരു 6-7 എണ്ണം ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പം ഈ എണ്ണയിലേക്ക് തന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കും. ഇത്തവണ ഞാൻ ഇങ്ങനെയല്ല ചേർക്കുന്നത്. ഞാൻ ആദ്യം ഇത് അരച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എണ്ണയിലേക്ക് പൊടികൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്സിയിൽ അത് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പൂവും ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചെറിയ ജീരകം, നമ്മുടെ സാധാ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവോള കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ അതേണ്ട നമ്മുടെ സവോള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇവിടെ ഞാൻ 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ, നമ്മുടെ നല്ല ജീരകം, ചെറിയ ജീരകം ഇല്ല, അതിൻ്റെ പൊടിയാണ്. ഇത് നമ്മളിതിനകത്ത് ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/4 സ്പൂണിനടുത്ത് നമ്മുടെ വീട്ടിൽ വറുത്ത ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് പൊടിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ പൊടിയെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുന്ന ആ സമയത്ത് വേണമെങ്കിൽ അതിനകത്തിട്ട് വഴറ്റിയിട്ട് അരച്ചെടുത്താലും മതി. ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് വെക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ വേണ്ട, ഞാൻ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിനകത്ത്, അത്യാവശ്യം നമ്മുടെ കറിയുടെ അളവനുസരിച്ചുള്ള, ഇതെപ്പോഴും നല്ല ഒരു കുറുകിയ പരുവത്തിലുള്ള കറിയാണ്. അപ്പോൾ അതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ മാറ്റി വെച്ച് പനീർ ഇട്ട് കൊടുക്കാം. അപ്പം പനീർ ഇത് കണക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പനീർ അതുപോലെ തന്നെ കട്ട് ചെയ്തു ഈ അരപ്പാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ മിക്കവാറും ഒക്കെ അങ്ങനെ ചെയ്യുന്നത്, കാരണം സമയം കാണത്തില്ല. അപ്പം അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിപ്പം മക്കൾക്ക് സ്കൂളിലൊന്നും പോവണ്ട, പിന്നെ വീഡിയോ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തതേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും ഒന്നും നമ്മൾ ഇതുപോലെ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തൊന്നും അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അതേണ്ട നമ്മുടെ പനീർ കറി നല്ലതായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ശകലം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ കറി ഇറക്കാറാകുമ്പോൾ ഇങ്ങനെ ശകലം ബട്ടർ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്, ഉണ്ടെങ്കിലെല്ലാം നമ്മളത് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു തിക്കായിട്ട് വരികയും ചെയ്യും. കറി കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം ഇത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.